ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണേ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്ന അപ്പത്തിനേക്കാളും 100 ഇരട്ടി ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു അപ്പത്തിന് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പം കൂടിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിങ്ങനെ തന്നെ ചെയ്യുള്ളൂ, ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ചെയ്യുന്ന സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ മുട്ട റോസ്റ്റോ ചിക്കൻ റോസ്റ്റോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ സ്റ്റൂ ഒക്കെ അല്ലേ കഴിക്കാറ്. അപ്പം അതല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ഒരു കട്ട ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്, 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ നാളികേര വെള്ളം പുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് നാളികേര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 കപ്പെങ്കിലും എടുക്കണം, കുറഞ്ഞു പോകാതെ നോക്കുക. നാളികേര വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ കുറഞ്ഞത് ഒരു 1/2 കപ്പ് നാളികേര വെള്ളം എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ ശേഷം അടച്ച് വെച്ച് ഒരു ദിവസം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, ഒന്ന് പുളിക്കാനായിട്ട് വെക്കണം. ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പകലും ഒരു രാത്രിയും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണേ. ഇത് ഫ്രിഡ്ജിലല്ല കേട്ടോ വെക്കേണ്ടത്, പുറത്ത് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കാം. പിന്നീട് നിറയെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. 4 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ. ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേര വെള്ളം പുളിച്ച് കള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അരി ഞാനിവിടെ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു, അതിനുശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. 1 കപ്പ് ചോറ്, നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ചോറ് വേണം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 കപ്പ് നാളികേരം ചിരകിയത് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അരയ്ക്കണതെന്ന് കാണിച്ചു തരാം. കൃത്യമായിട്ട് വെള്ളം ഇതിൽ ഒഴിക്കുന്നത് എത്രയാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും 2 പ്രാവശ്യമായിട്ട് ഇട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പച്ചരിയുടെ ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ചോറിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുത്തു. കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്തു. നമ്മൾ പുളിപ്പിച്ചെടുത്ത് നാളികേര വെള്ളത്തിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നമുക്ക് പിന്നീട് അടുത്ത അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് അത് അരച്ച് കഴിഞ്ഞിട്ട് എത്ര വന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിനെ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തതായിട്ടും ഇതുപോലെ തന്നെ ബാക്കി എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരിക്കൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് അരഞ്ഞ ശേഷം 1 മിനിറ്റ് സമയം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ മാവ് നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നത്. ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. 1 മിനിറ്റ് എന്തായാലും നമ്മൾ മിക്സിയിൽ അത് അരഞ്ഞ ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ നമ്മളിതിൽ ചേർത്ത വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് പറയാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പിന് അടുത്താണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. 1.5 കപ്പ് നിറച്ചും എടുത്തിട്ടില്ല, 1.5 കപ്പിന് കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ 1/2 കപ്പ് നാളികേര വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതും പിന്നെ പ്ലസ് 1.5 കപ്പ് വെള്ളവും കൂടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് നിറയെ വേണ്ടി വന്നിട്ടില്ല, ഒരു കാലിന് അരയ്ക്കും ഇടയിലുള്ള ഒരു അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കുക. തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത്, ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്.
ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്ക് എന്തായാലും ഈ ഒരു മാവൊന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാനായിട്ട് വേണ്ടി വരും. ഞാനിവിടെ മാവ് കാലത്ത് അരച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്, കണ്ടല്ലോ നന്നായിട്ട് വീർത്തിട്ടുണ്ട്, നല്ല ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പതിഞ്ഞ് പുറത്തേക്ക് പോയിട്ടൊന്നുമില്ല, നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മാവ് നല്ലതായിട്ട് തന്നെ ഫെർമെൻ്റായിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി അടച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ച് വയ്ക്കാം. ആദ്യം തയ്യാറാക്കിയ അപ്പം ഫ്ലോപ്പായി പോയി. അതിനുശേഷം പിന്നീട് നമ്മൾ തയ്യാറാക്കിയ എല്ലാ മാവിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അപ്പച്ചട്ടിക്ക് ചൂടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ്, അതുകൊണ്ടായിരിക്കും. ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് വെച്ച് ഒന്ന് ബോൾസൊക്കെ കുമിളകളൊക്കെ വന്ന് വരുമ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ ഈസ്റ്റും അപ്പക്കാരമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അപ്പത്തിനേക്കാളും കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വരും കേട്ടോ. ഒരു അപ്പം വെന്ത് കിട്ടാനായിട്ട് ഏകദേശം 2 മിനിറ്റോളം ഒക്കെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമൊക്കെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് മൊരിഞ്ഞ് കിട്ടും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്ന അപ്പത്തിനേക്കാളും എന്തുകൊണ്ടും വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് സമയം കൂടുതലെടുക്കും. നാളികേര വെള്ളം പുളിപ്പിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഈ അപ്പം ചുടാനാണെങ്കിലും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതൊന്നും കുഴപ്പമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്പം തയ്യാറാക്കി നോക്കണം. ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 13 മുതൽ 15 വരെ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ സൈഡൊക്കെ മൊരിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങനെ നന്നായിട്ട് മൊരിച്ചെടുക്കുന്ന അപ്പത്തിനാണ് എനിക്ക് ഇവിടങ്ങളിൽ ഇഷ്ടം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ അപ്പം എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാതും ആയിട്ടില്ല, കുറച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്, ഒരു ചമ്മന്തി, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തി. ഞാനൊരു പകുതി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. മടിയായതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3/4 ടീസ്പൂൺ നമ്മുടെ കശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് അത്യാവശ്യം എരിവും ഉണ്ടാവും, പിന്നെ കാണാൻ നല്ലൊരു കളറും കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിൻ്റെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഞെരടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ വീട്ടിൽ ഇതിൽ വെളിച്ചെണ്ണയോ പുളിയോ ഒന്നും ചേർക്കാറില്ല. ചിലയിടത്തൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽ മുളകും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇതും കൂടി വെച്ചിട്ട് ഇളക്കാറുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് കഴിക്കാറ്. അതെല്ലാം നിങ്ങൾക്ക് കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടി താളിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈവച്ച് ഞെരടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ഇല്ലാത്ത അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. നിങ്ങൾ ചമ്മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേങ്ങണം. താങ്ക് യു.